ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ കാണിക്കുന്നത് കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു കർക്കിടകത്തിൽ പ്രതിരോധശേഷി കുറയാനും പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രതിരോധശേഷി കൂട്ടാനും നടുവേദന, സന്ധിവേദന, ശരീരം വേദന ഇതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് നമ്മൾ ഈ ഒരു കർക്കിടകത്തിൽ മരുന്നുണ്ട കഴിക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട്. അടുത്ത ഒരു വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണത്തിനാണ് നമ്മൾ ഈ മരുന്നുണ്ടയും ഉലുവാപ്പാലും ഉലുവാക്കഞ്ഞിയും ഒക്കെ കർക്കിടകത്തിൽ കുടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. മരുന്നുണ്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങാടിക്കട എന്നൊക്കെ പറയില്ല, അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് നവരരിയാണ്. 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ കഴുകി ഒന്ന് ഉണക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതിലെ വെള്ളമെല്ലാം വാർന്നൊന്ന് ഡ്രൈ ആയി കിട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തണലിലിട്ട് ഉണക്കിയാലും മതി കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പറിലോ അതല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിലോ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. നല്ല വെയിലത്തിട്ട് ഉണക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കഴുകി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നവരരിയാണ്. നവരരിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അയണും ഫൈബറും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാനും സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനൊക്കെ നമുക്കിത് സഹായിക്കുന്നുണ്ട്. ഇത് പോഷക സമൃദ്ധമായതിനാൽ തന്നെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. നവരരി നന്നായിട്ട് തന്നെ പൊട്ടി എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റാം. ഇനി വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവ 50 ഗ്രാമാണ് വേണ്ടത്. ഉലുവയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെയധികം നല്ലതാണ്. പ്രമേഹം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും മുടി വളർച്ചയ്ക്കൊക്കെ ഉലുവ വളരെയധികം നല്ലതാണ് കേട്ടോ. അതുകൂടാതെ അസിഡിറ്റി അകറ്റാനും മലബന്ധം മാറ്റാനും അതുപോലെ സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനൊക്കെ ഉലുവ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊന്നും മാറി കിട്ടിയാലും മതി. അത് നമുക്ക് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 50 ഗ്രാം മുതിരയാണ്. ധാരാളം പോഷക ഗുണങ്ങളുള്ളതാണ് ഈ മുതിര. മുതിര കഴിച്ചാൽ കുതിരബലം കിട്ടുന്നതായിട്ട് പറയുക. ധാരാളം ഫൈബറും പ്രോട്ടീനും കാൽഷ്യവും അയണും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് മുതിര. ഇത് നമുക്ക് ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുതിരയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 50 ഗ്രാം കറുത്ത എള്ളാണ്. കാൽസ്യം, അയൺ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻസ് ഇവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ എള്ള്. വിളർച്ച ഇല്ലാതാക്കാനും അതുപോലെ തന്നെ എല്ലുകളുടെ ബലം കൂട്ടാനും സ്കിന്നിൻ്റെ തിളക്കത്തിനും മുടി കൊഴിച്ചിലിനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ എള്ള് ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 50 ഗ്രാം അയമോദകമാണ്. ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അയമോദകം. ശരീരഭാരം കുറയ്ക്കാനും പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ തന്നെ വയറുവേദന, കഫക്കെട്ട്, ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വളരെ നല്ലതാണ് ഈ അയമോദകം. അയമോദകം ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് 50 ഗ്രാം ആശാളിയാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഒരുപാട് അയണും വൈറ്റമിൻസും കാൽഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും വിളർച്ച മാറ്റാനും ആർത്തവ പ്രശ്നങ്ങൾക്കും പിന്നെ പ്രതിരോധശേഷി കൂട്ടാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരീരഭാരം കുറയ്ക്കാനും ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടാൽ പെട്ടെന്ന് തന്നെ പൊട്ടി വരും. അത് അങ്ങനെ തന്നെ നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 50 ഗ്രാം ചെറിയ ജീരകമാണ് കേട്ടോ. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചെറിയ ജീരകം. ദഹനം മെച്ചപ്പെടുത്താനും നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. അതുകൂടാതെ നീർക്കെട്ടിൻ്റെ പ്രശ്നമുള്ളവർക്കും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 50 ഗ്രാം കരിഞ്ജീരകമാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രശ്നങ്ങൾക്കും നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും പ്രമേഹം നിയന്ത്രിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് 10-12 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ചുക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ സീഡ് മാത്രം എടുത്തിട്ട് ഏലക്ക പൊടിക്കാൻ പാടുള്ളൂ. അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേണ്ടതാണ് കേട്ടോ. എല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതും മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വേണ്ടത് 100 ഗ്രാം ബദാമാണ് കേട്ടോ. ഈ ബദാമിൽ ധാരാളം പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അല്ലേ. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഓർമ്മശക്തി കൂട്ടാനും പ്രമേഹം നിയന്ത്രിക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദഹനത്തിനും സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനും മുടി കൊഴിച്ചിലിനൊക്കെ നമുക്ക് ബദാം വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നാൽ നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബദാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി വേണ്ടത് 2 കപ്പ് തേങ്ങയാണ് കേട്ടോ. 250 ml കപ്പിലാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഗോൾഡൻ കളറാവുന്നവരൊന്ന് വറുത്തെടുത്താൽ മതി. മരുന്നുണ്ട കേട് വരാതിരിക്കാനാണ് കേട്ടോ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്നത്.
ഇനി വേണ്ടത് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടി ചക്കര എന്നൊക്കെ പറയില്ലേ, അതാണ്. അതല്ലെങ്കിൽ ശർക്കര ആയാലും മതി. ഞാനിവിടെ കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 350 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അത് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ ഈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സീഡ്സൊക്കെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. എല്ലാം ഒരുമിച്ചിട്ട് പൊടിച്ചാൽ മതി ഇട്ടാ. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു പ്രാവശ്യമായിട്ട് എല്ലാം കൂടി പൊടിക്കാൻ പറ്റില്ല. 2-3 തവണ ഇട്ടിട്ട് വേണ്ട അത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചക്കര നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അടുത്ത ബാച്ച് വന്നിട്ടിട്ട് പൊടിച്ചെടുക്കാം. അടുത്ത ബാച്ച് പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചുക്ക് ഒന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഏലക്കയുടെ സീഡ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഏലക്കയുടെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി ചുക്കില്ല എങ്കിൽ ചുക്കിൻ്റെ പൊടി ആയാലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം പൊടിച്ചതിന് ശേഷം ഇതിന് മുകളിൽ ചുക്ക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചക്കരയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ചൂടുള്ളതുകൊണ്ട് തന്നെ കൈകൊണ്ട് ഇളക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ തൊടാവുന്ന രീതിയിലുള്ള, ഞാൻ എന്നാലും സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കരിപ്പെട്ടിക്ക് പകരം ശർക്കര എടുത്താലും മതി കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കരിപ്പെട്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് എല്ലാ ദിവസവും ഓരോ ഉണ്ട വീതം വെറും വയറ്റിൽ വേണട്ട കഴിക്കാനായിട്ട്. എല്ലാവിധ ദഹന പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണ്. അതുകൂടാതെ ശരീരം വേദന, നടുവേദന, സന്ധിവേദന ഇതിനൊക്കെ നല്ലൊരു പരിഹാരം കൂടിയിട്ടാണ് ഈ ഒരു മരുന്നുണ്ട. അടുത്ത 1 വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണത്തിനാണ് നമ്മൾ ഈ മരുന്നുണ്ടയും ഉലുവാപ്പാലും ഉലുവാക്കഞ്ഞിയും ഒക്കെ കർക്കിടകത്തിൽ തയ്യാറാക്കി കഴിക്കുന്നത്. നമ്മുടെ ഹെൽത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മരുന്നുണ്ടയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്